രണ്ടാമത്തെ പ്രശ്നം നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ചില്ലറ കാര്യമല്ല. പല സ്ഥലത്തും ഞാൻ പറയുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റുന്ന നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചങ്ങല. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ സാധ്യതയുണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റുക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് മര്യാദകളുടെ ചിഹ്നമൊക്കെ അവർ വീഴ്ചെടുത്തത് ഏത് മുതൽ സൈക്കിൾ വരെയുള്ളത്. നമുക്ക് തരിക ഈനാം പേജ് അല്ലെങ്കിൽ എൻപട്ടി അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഒക്ടോബസ്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നില്ല. അംഗീകാരം നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാകും. അപ്പൊ ഞാനും പറയേണ്ടി വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിന്റെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ എലിപ്പൊട്ടിയുടെ ചിഹ്നത്തിൽ അല്ലെങ്കിൽ ഈനാമേശ്വരുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതെത്താൻ പാടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചേ പറ്റൂ. ആ പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി റെക്കഗ്നീഷൻ സംരക്ഷിച്ചേ പറ്റൂ. അവരുടെ ചിഹ്നം സംരക്ഷിച്ചേ പറ്റൂ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത.